ഇവിടെ ഒരു MP ഉണ്ടല്ലോ, എന്തോ കിട്ടി നമുക്ക്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. എണ്ണച്ചായ ചിത്രത്തിൽ മാത്രമേ ആ പാർട്ടി ഉള്ളൂ, പിക്ചർ ഭൂമിയിലില്ല. അതിന്റെ ഒരു സെക്രട്ടറി ഇറങ്ങിയിട്ടുണ്ട് ഒരാള്. 10 കൊല്ലം അയാൾ എന്നെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അയാളുടെ അസുഖം അങ്ങനെയാണ്. ആ അസുഖം മാറ്റി തരാൻ ഞാൻ. അയാൾ നിരന്തരമായി തോക്കുന്ന എന്റെ കുറ്റം കൊണ്ടാണോ? നിരന്തരമായി അയാൾ തോക്കുന്ന അയാളുടെ കയ്യിൽ പോണ്ട. അഴിമതി നടത്തിക്കൊണ്ടാ തോക്കുന്നത്. അതിന് നമ്മളെ കൊഞ്ഞാലും കുത്തിയിട്ട് കാര്യമില്ല. ഞാൻ 5 ലക്ഷം ജയിച്ചു. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടും അവരെ കൂടെ നിൽക്കുന്നത് കൊണ്ടുമാണ് ജയിച്ചത്. അദ്ദേഹത്തിനെ തോപ്പിക്കുന്ന അവരെ കൂടെ ഞാൻ സ്വന്തം കാര്യം നോക്കുന്നതുകൊണ്ടാണ്. പണം ഉണ്ടാക്കാൻ 2001 മറക്കരുത്, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്, ഇദ്ദേഹം 2 മന്ത്രിയാവുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കൊല്ലത്തെ വീട് ജപ്തി ചെയ്യാൻ ബാങ്കുകാർ വന്നവരും മറക്കരുത്. അന്ന് പത്രക്കാരെ അവിടെ നിന്ന് ഓടിച്ചുവിടാൻ ഇയാളെപ്പെട്ട പാട്. കാരണം ഇത് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ആളെല്ലാം തിരിച്ചു പിടിച്ചു, കോടീശ്വരനായി. സിനിമ എടുത്തു, 22 കോടി പോയിട്ട് ഒരു കുലുക്കമില്ല. ഇതാണ് കൊല്ലത്തെ രാഷ്ട്രീയം. കൊല്ലത്തെ സ്ഥാനാർത്ഥിയുടെയും പാർട്ടികളുടെയും രാഷ്ട്രീയം ഇതാണ്. നരേന്ദ്രമോദിക്ക് സ്തുതി പാടുകയാണ്. നരേന്ദ്രമോദിയോടൊപ്പം വൈകിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു എന്താ പോയാ ഓവേ കഞ്ഞി കുടിക്കുക പറോട്ട എന്തുകൊണ്ടും ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ചിന്നക്കടയിൽ അമ്മായിയിലെ കുഞ്ഞമ്മയുടെ മോള് കല്യാണം കഴിച്ച് വന്നുകൊണ്ട് മാത്രം ഒരാളെ ഇവിടെ കൊണ്ടിറക്കിയത് എന്തായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് എന്ന്. അന്നത്തെ ഉച്ചക്കത്തെ ചർച്ച എന്തായിരുന്നു, പ്രാതൽ കഴിക്കാൻ അതിന്റെ ചർച്ച എന്തായിരുന്നു നമുക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നതും ഇന്ത്യയിലെ ഒരു വർഗീയ ശക്തിയായ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സ്തുതി പാടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ചാക്കി കയറുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതിന് അവസരം കൊടുക്കരുത് എന്ന് ഈ അവസരത്തിൽ പറയാം. ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ നൽകുന്ന പാർട്ടി നൽകുന്ന വിപ്പുകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ടിയിരിക്കാനും കഴിയുന്ന LDF സ്ഥാനാർത്ഥി M. മുകേഷും 2 തവണ ജയിച്ചു. മുകേഷിനെ ആക്ഷേപമായിരുന്നു. ആക്ഷേപിച്ചിട്ട് അയാൾ 2ാമത്തെ ഇലക്ഷന് പിന്നെ വോട്ട് കൂടിയായിരുന്നു. അയാൾ എന്തോ കുറ്റം ചെയ്ത്? അയാൾ ആരെങ്കിലും വല്ല മോട്ടിച്ചോ? അയാൾ അധ്വാനിച്ച് ജീവിക്കുന്നു. സിനിമയിലെ വിളിക്കുന്ന കിട്ടുന്ന കാശ് അയാൾക്ക് ജീവിക്കണ്ടേ? അയാൾക്ക് തുണി വാങ്ങിക്കണ്ടേ? അയാൾ കഞ്ഞി കുടിക്കണ്ടേ? ഈ പറഞ്ഞ കണക്ക് നാട്ടുകാരെ പൈസ എടുത്ത് കടമെല്ലാം തീർത്ത് പണക്കാരനായിട്ട് സിനിമ എടുത്ത് പൊട്ടുന്ന ആളാണോ? അല്ലല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. ഈ ചില പിള്ളേരുണ്ട് കൂടെ, ഈ RSPയുടെ സെക്രട്ടറികളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ലേ, കൂടി പഠിക്കുമ്പോൾ ചില പിള്ളേരുണ്ട് എന്തെങ്കിലും പറയും, തർക്കിക്കും. അവസാനം തോറ്റു പോകുന്ന അറിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയും, നിന്റെ അമ്മയ്ക്ക് കോങ്ങണില്ലടാ. അതിന് നമ്മൾ താങ്കൾ പോകും. കാരണം നിന്റെ അമ്മയ്ക്ക് കോങ്ങണ്ണുണ്ടോ? ഇല്ലല്ലോ, കോങ്ങണില്ലല്ലോ. ഈ ചില പിള്ളേരെ സ്വഭാവമുണ്ട് കൂടി പഠിക്കുമ്പോഴൊക്കെ, നിന്റെ അച്ഛനെ ഉണ്ടപ്പഞ്ഞിയിലൂടെ എന്ന് ചോദിക്കും. അവസാനം എന്ന് പറയുന്നതാണ് അയാൾ ചക്കെന്ന് പറയുമ്പോൾ പൊക്കെന്ന് പറയാം. രാഷ്ട്രീയം പറയുന്നത് പാടെ രാഷ്ട്രീയം പറ. ഞാൻ രാഷ്ട്രീയം പറയുന്നത് വ്യക്തിപരമായിട്ട് പറഞ്ഞാലേ കുളിച്ചാലും നടിച്ചാലും തീരത്തില്ല. അറിഞ്ഞാൽ നല്ലത്. പറയാനാണെങ്കിൽ എനിക്കറിയാം, ഞാൻ അന്തസ്സുള്ളവനായതുകൊണ്ട് അയാളുടെ സംസ്കാരമല്ല എനിക്കൊന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറയേണ്ടി വന്നാൽ നല്ല രസകരമായി പറഞ്ഞു തരാം, കേൾക്കാൻ നല്ല രസമായിരിക്കും. നല്ല രസകരമായ ഭാഷയെ പറയാൻ എനിക്കറിയാം. ആരുടെ മോനാണെന്നറിയാമല്ലോ. പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ അങ്ങനെ പറയേണ്ട രീതിയിൽ പറഞ്ഞു തരും. അതൊന്നും പറയുകയായിരിക്കുന്നതാണ് അവനോട് നല്ലത്. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഈ പറയാനുള്ളൂ. ഒരു മതേതര വിശ്വാസി. ഇവിടെ ഇപ്പൊ പള്ളി ചെന്നാടനെ അങ്ങ് പ്രാർത്ഥന. ഇവിടൊക്കെ ചെന്നിട്ട് പിന്നെ നോമ്പുകാലത്ത് ഞാൻ കൊടുത്തുപുഴ ചെന്ന് പറഞ്ഞ് പള്ളിക്കകത്തോട്ട് വരെയും പോയിരുന്നു. പലരും ഇലക്ഷൻ പ്രമാണിച്ചങ്ങ് അഭിനയമാണ്. ഈ ഉസ്താദന്മാരെയൊക്കെ പണി പോകുന്ന എൻ്റെ പേടി. ഇവരഞ്ചാറ് പേര് ചെന്ന് ഒരാൾ തൃശ്ശൂർ വഴി ഉസ്താദിനെ പണി പോകുന്ന വിചാരിച്ചു. രാവിലെ എണീച്ച വൈകിട്ട് വരെ ഹിന്ദുത്വം, മറ്റുള്ള പൗരത്വ നിയമം ഉടനെ നടപ്പിലാക്കും. സിവിൽ കോഡ് ഉടനെ നടപ്പിലാക്കും. ഇതെല്ലാം പറയുന്ന ആള് നോമ്പ് കുറിക്കാൻ പോയത് ഞാൻ പറഞ്ഞത് കുറ്റമായിപ്പോയി. ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും പറയുന്നില്ല. തൃശ്ശൂർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഗണേഷ് കുമാറിന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, 4-5 ദിവസം കൂടെ ഉണ്ട് ഇലക്ഷൻ. ആവനാഴിയിൽ അമ്പുകളുണ്ട്, എടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി പല വേഷവും കിട്ടും. നമ്മൾ പറയാൻ ഈ ചെന്നായി കുറുക്കൻ ആട്ടംതോലിട്ട് വന്നതുപോലെയുള്ള പരിപാടികളാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ മണിയടിക്കും, പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദ്. നമ്മളെ ഈ വെള്ളി മൂങ്ങ എന്നൊരു സിനിമയുണ്ട്, അതിനകത്തൊരു ഡയലോഗുണ്ട്, നല്ല ഡയലോഗാണ്. മരണ വീട്ടിൽ ചെന്നാൽ ശവപ്പെട്ടി കിടക്കണം, കല്യാണ വീട്ടിൽ ചെന്നാൽ വരനാകണം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയമാണ് UDFന്റെ രാഷ്ട്രീയം. മരണ വീട്ടിൽ ചെന്നാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശവപ്പെട്ടി കിടക്കുന്ന സ്ഥാനമാണ്. അപ്പൊ ശവപ്പെട്ടി കയറി കിടക്കണം. കല്യാണ വീട്ടിൽ ചെന്നാൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന ചെറുക്കനെയും പെണ്ണിനെയാണ്. ഒന്നീ ചെറുക്കനാവണം, അല്ലെങ്കിൽ പെണ്ണാവണം.
ഇതാണ് ഇവരുടെ രീതി. അത്തരം രാഷ്ട്രീയത്തിന് ഈ നാട്ടിൽ വിലയില്ല. ഇതൊക്കെ ഈ കളിപ്പീരൊക്കെ കഴിഞ്ഞു.